ഡിയർ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഒരു കുഞ്ഞു വൈറസിനെ ഭയന്ന് ഇപ്പോൾ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാറുള്ളൂ, അതും ജാഗ്രതയോടുകൂടി മാത്രം. വെക്കേഷന് നിങ്ങൾ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഉത്സവങ്ങൾക്ക് പോവാൻ, ടൂർ പോകുന്നതിന്, ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി. പക്ഷേ ലോക്ക്ഡൗണിൽ കുടുങ്ങിയത് കാരണം ഒന്നും നടന്നില്ല. ഒരാഘോഷങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അല്ലേ? നമുക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ ഏറെ ദോഷങ്ങൾ ചെയ്ത പ്രകൃതിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ കാലത്ത് വന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ശ്രദ്ധിക്കൂ. ഇതിൽ ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ? കോവിഡ് കട്ട്സ് കാർബൺ. കൺട്രീസ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് fall for the first time in 4 decades. Emissions fell by around 15% in March and are likely to have fallen by 30% last month. Fall in consumption of fossil fuels has led to the decline. Electricity and transport sectors are major contributors of carbon dioxide pollution. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കൂടിയ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറഞ്ഞതിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയാൽ എന്തു സംഭവിക്കും? ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ആഗോളതാപനം? Global warming. Global warming is the process by which the temperature of the earth increases gradually. ആഗോള താപനം. അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ആഗോളതാപനം. ആഗോളതാപനത്തിന്റെ പ്രധാന കാരണം എന്താണ്? ഇൻക്രീസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഹരിതഗൃഹ വാതകങ്ങളുടെ ആധിക്യം. The important greenhouse gases are methane, nitrous oxide, carbon dioxide, ozone, CFCs, carbon monoxide, sulfur dioxide, water vapor, etc. The main greenhouse gas among this is carbon dioxide. ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലത്തെ സംരക്ഷിക്കുന്നതിൽ സസ്യങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. 9th സ്റ്റാൻഡേർഡ് ബയോളജി ഫസ്റ്റ് യൂണിറ്റ് സസ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ദ ടൈറ്റിൽ ഓഫ് ദി യൂണിറ്റ് ഈസ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ. സസ്യങ്ങൾക്ക് എങ്ങനെയാണ് ആഗോളതാപനത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ കഴിയുന്നത്? ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ഇല്ലുസ്ട്രേഷൻ. This shows the role of plants in maintaining the oxygen-carbon dioxide balance in the atmosphere. ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് സന്തുലനം നിലനിർത്തുന്നതിൽ സസ്യങ്ങൾക്കുള്ള പങ്ക് കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് സസ്യങ്ങൾ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. Plants absorb carbon dioxide from the atmosphere to form glucose. During this process, oxygen is evolved. This glucose and oxygen is used by the animals. Through the process of respiration, plants and animals release carbon dioxide to the atmosphere. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ ആഗിരണം ചെയ്ത് ഗ്ലൂക്കോസ് നിർമ്മാണത്തിനായി
ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയ നടക്കുന്നതിൻ്റെ ഫലമായി ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഈ ഓക്സിജനും ഗ്ലൂക്കോസും ജന്തുക്കൾ ഉപയോഗിക്കുന്നു. ജന്തുക്കളും സസ്യങ്ങളും ശ്വസന പ്രക്രിയയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും അന്തരീക്ഷത്തിലെത്തുന്നു. സോ 2 പ്രോസസ്സസ് ആർ മെൻഷൻഡ് ഇൻ ദിസ് ഇല്ലുസ്ട്രേഷൻ. അല്ലേ, 2 പ്രക്രിയകൾ ഈ ചിത്രീകരണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് പ്രക്രിയയിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെത്തുന്നത്? ത്രൂ വിച്ച് പ്രോസസ് കാർബൺ ഡൈ ഓക്സൈഡ് റീച്ചസ് ദി അറ്റ്മോസ്ഫിയർ? യെസ്, ത്രൂ ദി റെസ്പിറേഷൻ. ദ animals and plants take in oxygen and release carbon dioxide. അല്ലേ, സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ സ്വീകരിക്കുന്നു, ശ്വസന പ്രക്രിയ നടക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കാതെ നോക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? യെസ്, plants absorb carbon dioxide to form glucose and oxygen is evolved through this process. സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ഗ്ലൂക്കോസ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. വിച്ച് പ്രോസസ് ഈസ് മെൻഷൻഡ് ഹിയർ? നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഏതോ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സസ്യങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ഗ്ലൂക്കോസ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഓക്സിജൻ പുറത്തുവിടുന്നു. ഏതാണ് പ്രക്രിയ? യെസ്, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായാലോ? Why doesn't the level of oxygen in the atmosphere decrease? The level of oxygen in the atmosphere doesn't decrease because of the release of oxygen through photosynthesis. Why doesn't the level of carbon dioxide in the atmosphere increase? The level of carbon dioxide in the atmosphere doesn't increase because carbon dioxide is absorbed by plants for photosynthesis. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തത് എന്തുകൊണ്ട്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. Which process in plants regulate the level of oxygen and carbon dioxide in the atmosphere? The level of oxygen and carbon dioxide in the atmosphere is regulated through the process of photosynthesis. സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് നിയന്ത്രിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം. Thus, the plants through the process of photosynthesis helps to maintain oxygen-carbon dioxide balance in the atmosphere. Thus, green plants prepare food for themselves and for other organisms. Plants also provide oxygen and helps to reduce the level of carbon dioxide in the atmosphere. ഇവിടെ ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ ആഹാരം നിർമ്മിക്കുന്നു, ഓക്സിജൻ എല്ലാ ജീവികൾക്ക് വേണ്ട ഓക്സിജൻ നൽകുന്നു, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറച്ച് അന്തരീക്ഷത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുൻപ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായല്ലോ. ഹൗ ഈസ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾഡ് ബൈ പ്ലാന്റ്സ്? ആഗോളതാപനത്തെ സസ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? യെസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ മെയിൻലി ബിഹൈൻഡ് ഗ്ലോബൽ വാർമിംഗ്. The main greenhouse gas is carbon dioxide. Global warming is controlled by plants by absorbing carbon dioxide through photosynthesis. ആഗോളതാപനത്തിനുള്ള പ്രധാന കാരണം ഹരിതഗൃഹ വാതകങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടാതെ നിലനിർത്തി ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്നു.
ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ അവയെ സംരക്ഷിക്കുന്നതിലൂടെ ആഗോളതാപനം ഒരു പരിധിവരെ തടയാൻ നമുക്ക് കഴിയും, അല്ലേ? ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം മതിയോ? മറ്റ് ഏതെല്ലാം ഘടകങ്ങൾ ഇതിനാവശ്യമുണ്ട്? ഒന്ന് ഓർത്തു നോക്കൂ. വിച്ച് ആർ ദി ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്? എവിടെ നിന്നാണ് ഈ ഘടകങ്ങൾ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത്? Where do plants acquire all these factors from? Minerals and salts and water from soil. അല്ലേ? ധാതുലവണങ്ങൾ, ജലം എന്നിവ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? യെസ്, ഫ്രം ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഇന്ന് പഠിച്ച പ്രധാന പോയിന്റ്സ് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം. ഹൗ ഈസ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾഡ് ബൈ പ്ലാന്റ്സ്? ആഗോളതാപനത്തിൻ്റെ സസ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? റോൾ ഓഫ് പ്ലാന്റ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം നിലനിർത്തുന്നതിൽ സസ്യങ്ങളുടെ പങ്ക്. ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ. ഇതിൻ്റെ എല്ലാ നോട്ട്സ് ഇന്ന് തന്നെ തയ്യാറാക്കുമല്ലോ. ഇതോടൊപ്പം ഒരു വർക്ക് കൂടെ ചെയ്യാനുണ്ട്. യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ആഗോളതാപനത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുക, സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ് എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ നിങ്ങളും ഒരു പോസ്റ്റർ നിങ്ങളുടെ ആശയങ്ങൾ വെച്ച് തയ്യാറാക്കണം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.